പോകുന്നത് ശബരിമല എന്ന വിഷയവും സി പി എമ്മും തമ്മിലുള്ള വലിയ ബന്ധമാണ്. കാരണം തെരഞ്ഞെടുപ്പിൽ സി പി എം പലപ്പോഴും ഈ ശബരിമല വിഷയം സി പി എമ്മിന് പ്രതിസന്ധി സൃഷ്ടിക്കുമ്പോഴും സി പി എം ഈ വിഷയത്തിൽ കൈകാര്യം ചെയ്യുന്ന ഒരു സ്റ്റാൻഡുണ്ട്. അത് എത്ര കണ്ട് സി പി എമ്മിന് തിരിച്ചടി ഉണ്ടാക്കിയിട്ടുണ്ട്, നേട്ടമുണ്ടാക്കിയിട്ടുണ്ട് എന്ന കാര്യമാണ് നമുക്ക് പരിശോധിക്കാം. നോക്കൂ, ശബരിമലയും സി പി എമ്മും ഇതിൽ ശബരിമലയിലെ തോൽവി അംഗീകരിക്കാൻ എന്നും ശബരിമല ഒരു തോൽവിക്ക് ഘടകമായി എന്നത് അംഗീകരിക്കാൻ സി പി എം എന്നും മടിച്ചിട്ടുണ്ട് എന്നതാണ് നമുക്ക് മുന്നിലുള്ള ചില കണക്കുകൾ. നമ്മൾ ഈ കണക്കുകൾ പറയുമ്പോൾ ഉദ്ധരിക്കേണ്ടി വരുന്നത് മുൻകാലങ്ങളിലെ ചില കണക്കുകളാണ്. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുമ്പ് യുവതീ പ്രവേശന വിവാദമുണ്ടാക്കിയ സാഹചര്യം അത് അംഗീകരിക്കാനെന്ന് സി പി എം മടിച്ചു. അതാണ് ഉണ്ടാക്കിയ സാഹചര്യം. നോക്കൂ, 2020-ലും സമാനമായ സാഹചര്യത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു പരാജയം ശബരിമല മൂലമുണ്ടായി സി പി എമ്മിന്. പക്ഷേ അത് അംഗീകരിക്കാൻ അന്നത്തെ ഇടതുമുന്നണി നേതൃത്വം തയ്യാറായില്ല. യുവതീ പ്രവേശനം വലിയ കോളിളക്കമുണ്ടാക്കിയതാണ്, വലിയ ഇതുണ്ടാക്കിയതാണ്. സംഘപരിവാർ സംഘടനകൾ വലിയ സമരവുമായി രംഗത്ത് വന്നതാണ്. പക്ഷേ അത് തങ്ങൾക്ക് തിരിച്ചടിക്ക് കാരണമായില്ല എന്നതാണ് സി പി എം വാദിച്ചത്. എന്തായാലും ആ വാദവുമായി മുന്നോട്ട് പോയി. അങ്ങനെ 2020 ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ വലിയ തിരിച്ചടിക്ക് ചില ദേശീയ ഘടകങ്ങളാണ് കാരണമായത്. അത് തങ്ങളുടെ തോൽവിക്ക് ശബരിമല ഇടവെച്ചില്ല എന്നതായിരുന്നു സി പി എമ്മിൻ്റെ വാദം. ദേശീയ സാഹചര്യങ്ങൾ മൂലം തോറ്റെന്ന വാദം ആണ് സി പി എം അന്ന് ഉന്നയിച്ചത് എന്നതുകൂടിയാണ് പ്രധാനപ്പെട്ട കാര്യം. ദേശീയ സാഹചര്യങ്ങളാണ് തോൽവിക്ക് ഇടവെച്ചതെന്നായിരുന്നു സി പി എമ്മിൻ്റെ വാദം. നോക്കൂ, യുവതീ പ്രവേശനം തിരിച്ചടിച്ചെന്ന് സി പി എം ഇതുവരെ അംഗീകരിച്ചിട്ടില്ല എന്നതും പ്രധാനപ്പെട്ട കാര്യമാണ്. യുവതീ പ്രവേശനം തിരിച്ചടിച്ചു എന്നത് ഇതുവരെ അംഗീകരിച്ചിട്ടില്ല. ഇനി പരാമർശിക്കേണ്ടി വരുന്ന കാര്യം സ്വർണ്ണമോഷണ വിവാദം. ഈ ശബരിമല സ്വർണ്ണക്കടത്ത് വിവാദത്തിൽ എം വി ഗോവിന്ദനും മുഖ്യമന്ത്രി പിണറായി വിജയനും രണ്ട് തട്ടിൽ എന്ന ചോദ്യമാണ്. ഒരുപക്ഷേ അഭിപ്രായങ്ങൾ പരസ്യമായി പറഞ്ഞപ്പോൾ ഉണ്ടായ ചില ഭിന്നതകളാവാം. പക്ഷേ പൊതുജനത്തിന് മുന്നിലേക്ക് ഇപ്പോൾ വരുന്നത് രണ്ട് അഭിപ്രായം എന്നതാണ്. എം വി ഗോവിന്ദൻ ഇത് ഒരു തരത്തിലും സ്വാധീനിക്കപ്പെട്ടില്ല എന്ന് വാദിക്കുമ്പോൾ, അതേസമയം പിണറായി വിജയൻ തോൽവിക്ക് കാരണമായ ഘടകങ്ങളിൽ ഒന്നൊരു പക്ഷേ ശബരിമല ആയേക്കാം എന്ന വികാരം മുഖ്യമന്ത്രി പങ്കുവച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ വ്യക്തമാണ് ആ തരത്തിലുള്ള ഒരു ഭിന്നത, നേതൃത്വത്തിലുള്ള ഭിന്നതയോ അതല്ലെങ്കിൽ ആശയക്കുഴപ്പമോ ഉണ്ടെന്ന കാര്യം. എന്തായാലും ഈ 2 ദിവസങ്ങളിലെ വിലയിരുത്തലിന് ശേഷം ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തുമെന്ന് കരുതാം. നമുക്കൊരിക്കൽ കൂടി പരിശോധിക്കാം. ശബരിമലയും സി പി എമ്മും എക്കാലവും എങ്ങനെ വിവാദങ്ങളിൽ നിറഞ്ഞു എന്ന കാര്യവും തെരഞ്ഞെടുപ്പുകളിൽ അതെങ്ങനെ പ്രതിഫലിച്ചു എന്ന കാര്യവും. ശബരിമല തോൽവി അംഗീകരിക്കാൻ ഒരിക്കലും സി പി എം സമ്മതിച്ചിരുന്നില്ല എന്നതാണ് സാഹചര്യം. അതിൽ ഉദാഹരണമായി നമുക്ക് പറയുന്നത് 2020 ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ തോൽവിയാണ്. 2020 ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ ആ തോൽവിക്ക് കാരണം ശബരിമലയാണെന്നത് അംഗീകരിച്ചില്ല. അന്ന് ആ വാദം സി പി എം അംഗീകരിക്കാത്ത ആ വാദം പിന്നീട് അത് തങ്ങളുടെ നിലപാടാണ് ശരി എന്നത് വിജയിക്കാൻ സി പി എമ്മിന് ചില അനുഭവങ്ങളും ചില ഉദാഹരണങ്ങളും ഉണ്ടായി. മറ്റൊന്നുമല്ല, അത് പിന്നീട് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്, അതായത് ശബരിമല വലിയ രീതിയിൽ തിരിച്ചടിച്ചു എന്ന് കരുതിയതിന് ശേഷം നടന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ സി പി എമ്മിന് വമ്പൻ ജയം നൽകി. നോക്കൂ, മാസങ്ങൾക്കിപ്പുറം നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സി പി എം വലിയ രീതിയിൽ തദ്ദേശ വിജയം നേടുന്നു. പിന്നീട് ചുരുങ്ങിയ മാസങ്ങൾക്കപ്പുറം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ചരിത്രം സൃഷ്ടിച്ചുകൊണ്ട് വീണ്ടും പിണറായി സർക്കാരിൻ്റെ തുടർച്ചയുണ്ടാവുകയാണ് ചെയ്തത്. അപ്പോൾ ശബരിമല തങ്ങളെ ബാധിച്ചിട്ടില്ല എന്ന വാദം ഉന്നയിക്കാൻ സി പി എം അന്നും എന്നും ഉപയോഗിച്ചത് ആ തെരഞ്ഞെടുപ്പ് വിജയങ്ങളാണ്. പക്ഷേ അത് യാഥാർത്ഥ്യവുമായി പൊരുത്തപ്പെടുന്നതായിരുന്നോ എന്ന ചോദ്യം കൂടി ശ്രദ്ധേയമാണ്. കാരണം അന്ന് ദേശീയ തലത്തിലുള്ള സാഹചര്യം മാത്രമാണ് 2020 സി പി എമ്മിന് ഒരു വലിയ തകർച്ചയുണ്ടാക്കിയത്. ആലപ്പുഴയിൽ മാത്രമാണെന്ന് ഒരു സി പി എമ്മിൻ്റെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി വിജയിക്കുന്നത്. ബാക്കി എല്ലാ ഇടങ്ങളിലും പരാജയമായിരുന്നു. പൂർണ്ണമായും യു ഡി എഫിൻ്റെ വിജയമാണ് ഉണ്ടായത്. അന്ന് ദേശീയ സാഹചര്യങ്ങളാണ് അതിന് കാരണമായതെന്നായിരുന്നു സി പി എം ഉന്നയിച്ചിരുന്ന വാദം. ആ വാദം ശരിയെന്ന് തെളിയിക്കാൻ അവർക്ക് 2 തെരഞ്ഞെടുപ്പ് വിജയങ്ങൾ ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞിരുന്നു. പക്ഷേ അത് ശരിയായിരുന്നോ എന്ന കാര്യം സംശയകരമാണ്. സ്വർണ്ണമോഷണം, കാരണം 2020 തന്നെ ഈ ശബരിമല തിരിച്ചടിച്ചിരുന്നിരിക്കാം. പക്ഷേ അത് അംഗീകരിക്കാൻ സി പി എം മറന്നുപോയതാവാം. ഇപ്പോൾ സ്വർണ്ണമോഷണ വിവാദം വരുമ്പോൾ ഒരുപക്ഷെ യുവതീ പ്രവേശനത്തെക്കാൾ കൂടുതൽ ആർജവത്തോടെ കൂടുതൽ ജനങ്ങളെ ബാധിക്കുന്ന രീതിയിൽ അത് അവതരിപ്പിക്കാൻ ഒരുപക്ഷെ യു ഡി എഫിന് കഴിഞ്ഞിരിക്കാം. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ശബരിമല സ്വർണ്ണമോഷണ വിവാദം ഉന്നയിക്കാനും അത് പരമാവധി ചർച്ചയാക്കാനും BJPക്കും സംഘപരിവാർ സംഘടനകൾക്കും ഇത്തവണ വലിയ താല്പര്യമുണ്ടായിരുന്നില്ല. കാരണം നേരത്തെ യുവതീ പ്രവേശന വിവാദം ചർച്ചയാക്കിയത് ഏറ്റവും അധികം സംഘപരിവാറും RSS BJP ഘടകങ്ങളൊക്കെ ആണെങ്കിലും അതിൻ്റെ രാഷ്ട്രീയ നേട്ടം കൊയ്തത് UDF ആണ്. അതാണ് തെരഞ്ഞെടുപ്പ് അനുഭവം.
അതുകൊണ്ട് ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അത് വേണ്ടത്ര രീതിയിൽ UDF പോലെ ഉന്നയിക്കാൻ സംഘപരിവാർ തയ്യാറായില്ല. ഫലമോ ഇത്തവണ തെരഞ്ഞെടുപ്പിൽ ശബരിമല പ്രതിഫലിച്ചെങ്കിൽ അതിൻ്റെ നേട്ടം കൊയ്തത് പൂർണ്ണമായും UDF ആയിരുന്നു എന്നതാണ് സാഹചര്യം. അപ്പോൾ നമ്മൾ പരാമർശിച്ചത് ഇതാണ്, സ്വർണ്ണമോഷണ വിവാദം ഇത്തവണ വലിയൊരു ഫാക്ടർ ആയിട്ടുണ്ടെങ്കിൽ അത് CPM വലിയ തിരിച്ചടി ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് മാത്രമല്ല, ശബരിമല വിവാദങ്ങൾ എല്ലാ കാലങ്ങളിലും അംഗീകരിക്കാൻ, തെരഞ്ഞെടുപ്പ് ഫാക്ടറായി എന്ന് അംഗീകരിക്കാൻ CPM മടിയുണ്ടായിരുന്നു. അതിനു മുന്നിൽ നമുക്കുള്ള നിരവധി ഉദാഹരണങ്ങളാണ് നമ്മൾ പരാമർശിച്ചു പോയത്. സ്വർണ്ണമോഷണ വിവാദത്തിൽ മുഖ്യമന്ത്രിയും പിണറായി വിജയനും തമ്മിൽ രണ്ട് തട്ടുണ്ടാവുന്നത് അങ്ങനെയാണ്. മുൻകാലങ്ങളിലും ഈ സ്വർണ്ണമോഷണം, ശബരിമല വിവാദങ്ങൾ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിച്ചു എന്ന കാര്യം അംഗീകരിക്കാൻ CPM എല്ലാ കാലത്തും മടി കാട്ടിയിരുന്നു എന്ന കാര്യം കൂടിയാണ് നമുക്ക് ശ്രദ്ധിക്കേണ്ടത്. ആ തരത്തിൽ കൂടിയാണ്. കാരണം ശബരിമല സ്വർണ്ണമോഷണം, ശബരിമല വിഷയങ്ങൾ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിച്ചിരുന്നു എന്ന കാര്യം അംഗീകരിക്കാനും പറയാനും CPM പരമ്പരാഗതമായി മടി കാട്ടിയിരുന്നു എന്ന കാര്യം കൂടിയാണ്. യെസ്, ഇനി നമ്മൾക്ക് പരിശോധിക്കേണ്ടി വരുന്നത്, നേരത്തെ നമ്മൾ CPM പൊതുനിലപാടുകൾ വിധത്തിൽ പറഞ്ഞു കഴിഞ്ഞു. ഇനി ശ്രദ്ധേയമാവുന്ന ഒരു കാര്യം, CPIയുടെ തോൽവി പരിശോധന കൂടി ഒരു വശത്ത് നടക്കുന്നു എന്ന കാര്യമാണ്. CPIയുടെ തോൽവി പരിശോധന ശ്രദ്ധേയമാവുന്നത് CPI എങ്ങനെയാണ് ഈ തദ്ദേശ തോൽവിയെ വിലയിരുത്തിയത്. നോക്കൂ, തദ്ദേശ തോൽവിയിൽ CPIയുടെ നിലപാടുകൾ എങ്ങനെയാണ്. ശബരിമല സ്വർണ്ണമോഷണ വിവാദം തിരിച്ചടിച്ചു, അവരുടെ നമ്പർ 1 പോയിന്റ്. അവർ അത് വിലയിരുത്തുന്നു. പ്രാഥമിക വിലയിരുത്തൽ തന്നെ ശബരിമല സ്വർണ്ണമോഷണം തിരിച്ചടിച്ചു എന്ന് വാദിക്കുന്നു. 2, ശക്തമായ ഭരണവിരുദ്ധ വികാരം സംസ്ഥാനത്ത് നിലനിൽക്കുന്നു എന്ന വാദമാണ്. സംസ്ഥാനത്ത് ശക്തമായ ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്നു എന്ന കാര്യം CPM വാദിക്കുന്നു. മറ്റു 2 പ്രധാനപ്പെട്ട പോയിന്റ് CPI നിലപാടുകളിലെ വ്യത്യസ്തതയാണ് പ്രകടമാവുന്ന കാര്യം. ശബരിമല തിരിച്ചടിച്ചു എന്നത് CPI അവരുടെ ആദ്യ വിലയിരുത്തൽ തന്നെ അംഗീകരിക്കുന്നു. ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്നു എന്ന കാര്യവും അംഗീകരിക്കുന്നു. തോറ്റത് അംഗീകരിക്കാൻ എന്തിനാണ് മടിക്കേണ്ടത് എന്നതാണ് CPI നേതാക്കൾ ചോദിക്കുന്ന ചോദ്യം. CPMനോടാണ് ചോദ്യം. കാരണം ഇക്കാര്യത്തിൽ കാര്യമായ വലിയ വിലയിരുത്തലുകളോ പാർട്ടി ഘടകങ്ങളുടെ കണക്കെടുപ്പോ ഇല്ലാതെ തന്നെ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് കണ്ടെത്താൻ കഴിയുമായിട്ടും എന്തുകൊണ്ട് CPM അതിന് തയ്യാറായില്ല എന്നതാണ് നേരത്തെ ബിനോയ് വിശ്വമൊക്കെ പരോക്ഷമായി ഉന്നയിക്കുന്ന ചില ചോദ്യങ്ങൾ. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, തദ്ദേശ തോൽവിക്ക് കാരണമെന്നത് പരിശോധന 2 കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ CPMഉം CPIയും നടത്തുകയാണ്. വരും ദിവസങ്ങളിലെ അവരുടെ സമ്മേളനത്തിന് ശേഷം, അവരുടെ പാർട്ടി യോഗങ്ങൾക്ക് ശേഷം ഇത് സംബന്ധിച്ചൊരു ഔദ്യോഗിക വിലയിരുത്തലുണ്ടാകും. യഥാർത്ഥത്തിൽ തദ്ദേശ തോൽവിക്ക് കാരണം കണ്ടെത്തൽ മാത്രമല്ല, നിയമസഭയുടെ സാധ്യത തേടലും പുതിയ തെരഞ്ഞെടുപ്പ് തന്ത്രവും പുതിയ നിലപാടുകളുടെ പ്രഖ്യാപനവും ഒക്കെയായിരിക്കും ഈ യോഗത്തെ ഏറ്റവും അധികം മുഴുമിപ്പിക്കുക. നമ്മളെപ്പോഴും ചോദിക്കുന്നത് പോലെ ശൈലീമാറ്റം, നേതൃമാറ്റം പോലെയുള്ള വലിയ സാധ്യതകൾക്ക് ഇടമുണ്ടോ ഈ ചർച്ചകൾക്കൊടുവിൽ എന്ന ചോദ്യങ്ങളും ഉയരുന്നുണ്ട്. പക്ഷേ സാധ്യത വളരെ വിരളമാണ്. പക്ഷേ ഒരു ശൈലിമാറ്റം ഉണ്ടായേക്കാം, തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളുടെ മാറ്റിപ്പരിഷ്കരണം ഉണ്ടായേക്കാം. ഇങ്ങനെ പല കാര്യങ്ങളും നമുക്ക് പ്രതീക്ഷിക്കണം. എന്തായാലും CPMഉം CPIയും പരിശോധിക്കുന്നു. നമുക്ക് ഇനിയും വാർത്തകൾ വരാനുണ്ട്, കാത്തിരിക്കാം. ഇടവേള, മടങ്ങി.